നമസ്കാരം സഹോദരി സഹോദരന്മാരെ. നമ്മുടെ ചുറ്റുമുള്ള ലോകം ദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ നിലനിൽക്കുന്നു. ചാണക്യതന്ത്രങ്ങളിൽ ശത്രുക്കളെ തിരിച്ചറിയുവാൻ പല വഴികൾ പറയുന്നുണ്ടെങ്കിലും കണ്ണിൽ കാണാത്ത ശത്രുക്കളെ എങ്ങനെ തിരിച്ചറിയാം? ലോകം ശാസ്ത്രീയമായി എത്ര പുരോഗമിച്ചാലും ഇന്നും ഉത്തരം കിട്ടാത്ത പല നിഗൂഢതകളും നമുക്ക് ചുറ്റുമുണ്ട്. പോസിറ്റീവ് എനർജി ഉള്ളിടത്ത് നെഗറ്റീവ് എനർജിയും ഉണ്ടെന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. നമ്മുടെ വളർച്ചയിൽ അസൂയയുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം തകർക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്ന പ്രയോഗങ്ങളെയാണ് നാം കൂടോത്രമെന്നോ ആഭിചാരമെന്നോ വിളിക്കുന്നത്. ചാണക്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ശത്രുക്കളെ ജയിക്കാൻ പല വഴികൾ പറയുന്നുണ്ടെങ്കിലും ചാണക്യതന്ത്രത്തിൻ്റെ മറ്റൊരു വശം അദൃശ്യ ശത്രുക്കളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ വളർച്ചയിൽ അസൂയ പൂണ്ടവർ ചെയ്യുന്ന ഇത്തരം നെഗറ്റീവ് പ്രയോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നുണ്ടോ? ലക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ നെഗറ്റീവ് എനർജി എന്ന് നാം മനസ്സിലാക്കണം. എല്ലാ വസ്തുക്കൾക്കും ഒരു ഫ്രീക്വൻസിയുണ്ട്. നമ്മുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ഒരു തരംഗദൈർഘ്യമുണ്ട്. അസൂയ, വെറുപ്പ് എന്നിവയിൽ നിന്ന് ഉടലെടുക്കുന്ന തീവ്രമായ നെഗറ്റീവ് ചിന്തകളെ ഒരു വ്യക്തിയിലേക്ക് തിരിച്ചുവിടുമ്പോൾ അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു. ഇത് വെറുമൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് ഊർജതന്ത്രത്തിലെ മാറ്റങ്ങളാണ്. ഇത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ താഴെ പറയുന്ന 11 ലക്ഷണങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ ലക്ഷണം അകാരണമായ ശാരീരിക തളർച്ച. നിങ്ങൾ നന്നായി ഉറങ്ങുന്നുണ്ടാകാം, ഭക്ഷണം കഴിക്കുന്നുണ്ടാകാം, എങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കടുത്ത ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ? ശരീരം ആരോ തളച്ചിട്ടതുപോലെ തോന്നുന്നുണ്ടോ? മെഡിക്കൽ റിപ്പോർട്ടുകൾ എല്ലാം നോർമലാണെങ്കിൽ ഇത് നെഗറ്റീവ് എനർജിയുടെ ആദ്യ സൂചനയാണ്. നിങ്ങളുടെ പ്രാണശക്തി ആരോ വലിച്ചെടുക്കുന്നത് പോലെയാണിത്. രണ്ടാമത്തെ ലക്ഷണം ഉറക്കത്തിലെ അസ്വസ്ഥതകൾ. പുലർച്ചെ 3 മണിക്കും 4 മണിക്കുമിടയിൽ സ്ഥിരമായി ഞെട്ടി ഉണരാറുണ്ടോ? ഈ സമയത്തെ വിച്ചിങ് ഹവർ എന്നാണ് വിളിക്കുന്നത്. സ്വപ്നത്തിൽ പാമ്പുകൾ, കറുത്ത രൂപങ്ങൾ അല്ലെങ്കിൽ മലമുകളിൽ നിന്ന് വീഴുന്നത് പോലെ കാണുന്നത് നിസ്സാരമായി കാണരുത്. മൂന്നാമത്തെ ലക്ഷണം സാമ്പത്തിക തകർച്ച. കയ്യിൽ പണം വരുന്നുണ്ട്, പക്ഷേ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. അനാവശ്യമായ ഹോസ്പിറ്റൽ ചിലവുകൾ, കേടുപാടുകൾ എന്നിവ വരുന്നുണ്ടോ? ചാണക്യൻ പറയുന്നത് ഒരു വ്യക്തിയുടെ ഐശ്വര്യം തടയാൻ ആദ്യം അവരുടെ ധനസ്രോതസ്സുകളെയാണ് ശത്രുക്കൾ ലക്ഷ്യം വയ്ക്കുക. നാലാമത്തെ ലക്ഷണം ദുർഗന്ധം അനുഭവപ്പെടുക. വീടിനുള്ളിൽ എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് ചീഞ്ഞഴുകിയ വസ്തുക്കളുടെ മണം വരുന്നുണ്ടോ? എത്ര വൃത്തിയാക്കിയാലും ആ മണം മാറുന്നില്ലെങ്കിൽ അത് നെഗറ്റീവ് സാന്നിധ്യത്തിൻ്റെ ലക്ഷണമാണ്. അഞ്ചാമത്തെ ലക്ഷണം പെട്ടെന്നുള്ള സ്വഭാവമാറ്റം. ശാന്ത സ്വഭാവക്കാരനായ ഒരാൾ പെട്ടെന്ന് അക്രമാസക്തനാകുക, വീട്ടുകാരോട് വെറുപ്പ് കാണിക്കുക, നിങ്ങളല്ലാതാകുന്നത് പോലെ തോന്നുന്നുണ്ടോ? എങ്കിലത് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ്. ആറാമത്തെ ലക്ഷണം വളർത്തുമൃഗങ്ങളുടെ പെരുമാറ്റം. പൂച്ചകളും നായകളും മനുഷ്യരെക്കാൾ വേഗത്തിൽ എനർജി തിരിച്ചറിയും. അവ അകാരണമായി കുരയ്ക്കുകയോ ശൂന്യതയിലേക്ക് നോക്കി ഭയപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? എങ്കിൽ അതും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാകാം. ഏഴാമത്തെ ലക്ഷണം അസുഖങ്ങൾ മാറാത്ത അവസ്ഥ. ഒന്നുകിൽ തലവേദന അല്ലെങ്കിൽ വയറുവേദന. ഒരസുഖം മാറുമ്പോൾ മറ്റൊന്ന്. ഇത് നിങ്ങളുടെ പ്രതിരോധശേഷിയെ തകർക്കാനുള്ള നീക്കമാകാം. എട്ടാമത്തെ ലക്ഷണം തീരുമാനങ്ങളെടുക്കാൻ കഴിയാതിരിക്കുക. ബുദ്ധി മരവിച്ച അവസ്ഥ. ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത ആശയക്കുഴപ്പം. ചാണക്യൻ ഇതിനെ ബുദ്ധിഭ്രമം എന്ന് വിളിക്കുന്നു. ഒമ്പതാമത്തെ ലക്ഷണം മംഗളകാര്യങ്ങൾ തടസ്സപ്പെടുക. വിവാഹം, വീടുപണി തുടങ്ങിയ നല്ല കാര്യങ്ങൾ അവസാന നിമിഷം മുടങ്ങുന്നത് ദുഷ്ടശക്തികളുടെ സ്വാധീനമാകാം. പത്താമത്തെ ലക്ഷണം ഭക്ഷണത്തോടുള്ള വിരക്തി. ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും കഴിക്കാൻ തോന്നാതിരിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് അസ്വാഭാവികമായ രുചി അനുഭവപ്പെടുകയോ ചെയ്യുക. 11ാമത്തേതും അവസാനത്തേതുമായ ലക്ഷണം മുഖത്തെ തേജസ് നഷ്ടപ്പെടുക. കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടരുക. മുഖം എപ്പോഴും വിളറിയും ക്ഷീണിച്ചും ഇരിക്കുക.
കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപരിചിതനായി തോന്നുക. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഭയപ്പെടരുത്. പലപ്പോഴും അമിതമായ മാനസിക സമ്മർദ്ദവും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതുകൊണ്ട് ആദ്യം ഒരു ഡോക്ടറുടെ സഹായം തേടുക. എന്നാൽ ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാം ആത്മീയമായ പ്രതിരോധം തീർക്കണം. ചാണക്യൻ പറയുന്നത് ഭയമാണ് ഏറ്റവും വലിയ ശത്രു. നിങ്ങൾ ഭയപ്പെടുമ്പോഴാണ് നെഗറ്റീവ് എനർജിക്ക് നിങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്. ഇനി ഇതിനുള്ള പരിഹാരമാർഗങ്ങൾ നോക്കാം. ഒന്നാമതായി, കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കുക. ഇത് ശരീരത്തിലെ നെഗറ്റീവ് ഓറ ശുദ്ധീകരിക്കും. രാവിലെയും വൈകുന്നേരവും വീട്ടിൽ കർപ്പൂരം കത്തിക്കുന്നത് വായുവിലെ നെഗറ്റീവ് എനർജിയെ നശിപ്പിക്കും. ഹനുമാൻ ചാലിസയോ മറ്റേതെങ്കിലും ശക്തമായ മന്ത്രങ്ങളോ വീട്ടിൽ വയ്ക്കുന്നത് സംരക്ഷണം നൽകും. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ സംരക്ഷിക്കും. ഭയപ്പെടാതെ ധൈര്യമായിരിക്കുക. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ പാർട്ട് 2 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.